75-ാമത്തെ വയസ്സിൽ മമ്മൂക്കയും 65-ാമത്തെ വയസ്സിൽ ലാലേട്ടനും തന്റെ കരിയറിന്റെ പീക്ക് ചേസ് ചെയ്യാണ്. ആ രണ്ട് തൂണുകളാണ് 50 വർഷത്തിന് മുകളിലായിട്ട് ഇപ്പോഴും മലയാള സിനിമയെ താങ്ങി നിർത്തുന്നത്. 56-ാമത്തെ വയസ്സിൽ റിട്ടയർ ആയി വിശ്രാം ജീവിതത്തിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമൂഹത്തിന്റെ മുന്നിലേക്ക് ജീവിതത്തെ നോക്കിക്കാണാൻ മറ്റൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ. അത്തരത്തില് ജപ്പാനിലെ ഒക്കിനോവ എന്ന സ്ഥലത്തെ ഒഗുമി എന്ന ഗ്രാമത്തിലെ ജനങ്ങൾ 100 വയസ്സിന് മുകളിൽ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കുന്നു. അവിടുത്തെ ആളുകളുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി എന്നത് 95 വയസ്സിന് മുകളിലാണ്. ഇതിന്റെ ഗുട്ടൻസ് സയന്റിഫിക് ആയിട്ട് റിസർച്ച് ചെയ്ത രണ്ടുപേരാണ് ഹെക്ടർ ഗാർസിയ ആൻഡ് ഫ്രാൻസിസ് മിറാലസ്. അവർ ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന മുതിർന്ന ആളുകളോട് അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയും ഫിലോസഫീസിനെ പറ്റിയും ഡെയിലി റുട്ടീൻസിനെ പറ്റിയും അവരുടെ നിത്യസന്തോഷത്തിന്റെ നീണ്ട ജീവിത കാലയളവിന്റെ രഹസ്യത്തെ പറ്റിയും അന്വേഷിച്ചപ്പോൾ ജാപ്പനീസ് കൾച്ചറിന്റെ ഡീപ്പ് റൂട്ടഡ് കൺസെപ്റ്റുകളിൽ ഒന്നായ ഇക്കിഗായിൽ എത്തിപ്പെട്ടു. ഇക്കിഗായ്, റീസൺ ടു ലിവ്. എന്താണ് ജീവിതത്തിന്റെ പർപ്പസ്, എങ്ങനെയാണ് ജീവിതത്തിന്റെ പർപ്പസ് കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ പുസ്തകത്തിൽ. അവിടുത്തെ സെന്റിനേറിയൻസ് പറഞ്ഞു തന്ന ജീവിതത്തിന് ചില രഹസ്യങ്ങൾ നോക്കാം. 1. സ്റ്റേ ആക്റ്റീവ്, ഡോണ്ട് റിട്ടയർ. ജീവിതത്തിൽ ഒഫീഷ്യലി ഒരു പർപ്പസിന്റെ തിരശീല വീണാലും ആ വാല്യൂ സമൂഹത്തിന് പിന്നെയും നൽകാൻ ശ്രമിക്കും. 2. ടേക്ക് ലൈഫ് സ്ലോലി. ഓടിപ്പിടഞ്ഞ് ജീവിതം അങ്ങെടുത്ത് തീർക്കണ്ട. ചുറ്റുമുള്ളതൊക്കെ കണ്ട് ഇടയ്ക്ക് പതുക്കെ പതുക്കെ അങ്ങനെ ലീവ് ദ മൊമെന്റ്. 3. ഡോണ്ട് ഫിൽ യുവർ സ്റ്റോമക്ക്. ഒക്കിനോവ പ്രിൻസിപ്പിളായ ഹര ഹച്ചിബു പറയുന്നത് നിങ്ങളുടെ വിശപ്പിന്റെ ഏകദേശം 80% മാത്രം കഴിക്കും. വയസ്സാവും തോറും ഡൈജഷനെ പ്രൊമോട്ട് ചെയ്യുമെന്നാണ് ഒക്കിനോവക്കാർ വിശ്വസിക്കുന്നത്. 4. ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്, ഫോർ വാട്ട് യു ഡോണ്ട് ഹാവ്. ബി ഗ്രേറ്റ്ഫുൾ ഫോർ yourself the way you are. Express your gratitude towards friends, family, nature, ancestors, literally everything around you. 5. Have a good small friend circle. നിങ്ങളെ അറിയുന്ന ഒരു ഫ്രണ്ട് സർക്കിളിന്റെ ഭാഗമായിരിക്കും. 6. Do exercise. Give physical activity to yourself always. 7. Follow your ikigai. Try to find the purpose of your life. Eastern, Western എല്ലാ ഫിലോസഫികളും ചേർന്ന് ലൈഫിനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ കാണുക എന്നതാണ് ഇക്കിഗായ് നമ്മളെ പഠിപ്പിക്കുന്നത്. ട്രസ്റ്റ് മീ, ഈ പുസ്തകം വായിച്ചാൽ നിങ്ങളുടെ സമയം വേസ്റ്റ് ആവില്ല. ജീവിതത്തെ മറ്റൊരു പേഴ്സ്പെക്റ്റീവിലൂടെ കാണാൻ ഈ പുസ്തകം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇത് വായിച്ചവരാണെങ്കിൽ ഇത് വായിച്ചതിന് ശേഷം നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളുടെ ഇക്കിഗായ് എന്താണെന്ന് കമന്റ് ചെയ്യും.